കഴിഞ്ഞ മാസം ഓപ്ഷൻ ട്രേഡിംഗ് വഴി ഞാൻ ബാങ്കിലേക്ക് പിൻവലിച്ച എനിക്ക് കിട്ടിയ ലാഭം, അതുപോലെ ബ്രോക്കറേജ് ഫീസ് എത്ര ദിവസം ട്രേഡ് ചെയ്തു, എത്ര ദിവസം ലോസ് ഉണ്ടായി, എത്ര ദിവസമാണ് എനിക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റിയത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാം, എങ്ങനെ ലാഭം ഉണ്ടാക്കാമെന്നതിന് ഒരു മോട്ടിവേഷൻ കിട്ടുവാനാണ് ഈ വീഡിയോ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് നല്ലൊരു ട്രേഡർ ആകാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ കഴിഞ്ഞ മാസം ഓപ്ഷൻ ബൈയിങ് ചെയ്തതെല്ലാം ഏഞ്ചൽ ബ്രോക്കിംഗ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചായിരുന്നു. അപ്പോൾ ഏഞ്ചൽ ബ്രോക്കിംഗ് ആപ്ലിക്കേഷൻ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ കാണിക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഏഞ്ചൽ ബ്രോക്കിങ്ങിൻ്റെ മറ്റൊരു ആപ്ലിക്കേഷനാണ് ഏഞ്ചൽ സ്പാർക്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഏഞ്ചൽ സ്പാർക്ക് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനകത്ത് നമുക്ക് വ്യക്തമായിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് എല്ലാം കൃത്യമായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ലഭിക്കും. അപ്പോൾ ഞാൻ അതിനുവേണ്ടി ഏഞ്ചൽ സ്പാർക്ക് എന്ന് പറഞ്ഞ ഏഞ്ചൽ ബ്രോക്കിങ്ങിൻ്റെ ഏഞ്ചൽ ഓൺ ആപ്പിൻ്റെ ഏഞ്ചൽ സ്പാർക്ക് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ അതിനുശേഷം ഇവിടെ ഏറ്റവും താഴെ വലത് സൈഡ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ട്രേഡ് ആൻഡ് ചാർജസും അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസും നമുക്കിവിടെ കാണാം. അതുപോലെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റും നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ഒരു മാസത്തെ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ട്രേഡ് ചാർജ്, ബ്രോക്കറേജ് ഫീസൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ ഓപ്ഷൻ നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ കഴിഞ്ഞ മാസം എത്ര രൂപയാണ് പ്രോഫിറ്റ് ഉണ്ടായിരുന്നത്, ഞാൻ എത്ര രൂപയ്ക്കാണ് ഞാൻ ഓപ്ഷൻ ബൈയിങ് ചെയ്തതെന്ന് ഞാൻ പറയാം. അതായത് കഴിഞ്ഞ മാസം ഞാൻ 10,000 രൂപ മാത്രമാണ് ഓപ്ഷൻ ബൈയിങ്ങിന് വേണ്ടി ഉപയോഗിച്ചത്. അതായത് വളരെ ചെറിയ ഒരു എമൗണ്ടാണ്, അതായത് ഏറ്റവും മിനിമം രൂപ മാത്രമാണ്. അപ്പോൾ അതിൽ നിന്നും വളരെ ചെറിയൊരു പ്രോഫിറ്റ് മാത്രമായിരിക്കും കിട്ടുന്നത്, അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ എമൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും വളരെ വലിയൊരു പ്രോഫിറ്റ് കിട്ടുന്നത് നിങ്ങൾക്കറിയാം. അപ്പോൾ ഞാനിവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇത്തരത്തിലായിരിക്കും വരുന്നത്. ഇവിടെ കണ്ടറിയാം, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിലെല്ലാം എനിക്ക് ലോസ് ആയിരുന്നു. അപ്പോൾ സാധാരണ നമ്മളെല്ലാം പഠിച്ചു തുടങ്ങുമ്പോൾ ഒക്കെ ലോസ് ആയിരിക്കും. അത് കഴിഞ്ഞ് എനിക്ക് ഓഗസ്റ്റിൽ പ്രോഫിറ്റിലേക്ക് വന്നു. അപ്പോൾ സെപ്റ്റംബറിലേക്കും എനിക്ക് പ്രോഫിറ്റിലേക്ക് വന്നു. അപ്പോൾ ഈ സെപ്റ്റംബർ മാസത്തെ പ്രോഫിറ്റാണ് ഞാനിവിടെ കാണിക്കുന്നത്. സെപ്റ്റംബർ മാസം, അതായത് കഴിഞ്ഞ മാസം ദാ ഇവിടെ കാണാം. കഴിഞ്ഞ മാസം ഓപ്ഷൻ ബൈയിങ് ചെയ്തത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15 ദിവസമാണ് ഞാൻ ട്രേഡ് എടുത്തത്. അപ്പോൾ 15 ദിവസത്തിൽ ആദ്യത്തെ 2 ദിവസവും ലോസ് ആയിരുന്നു. പിന്നെ ഒരു ദിവസം കൂടെ ലോസ് വന്നു. ബാക്കിയുള്ള 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 ദിവസം എനിക്ക് പ്രോഫിറ്റ് ആയിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇത് വന്നതെന്ന് നോക്കാം. ആദ്യത്തെ ദിവസത്തെ ലോസ് നമുക്ക് നോക്കാം. ആദ്യത്തെ ദിവസം എനിക്ക് വന്നിട്ടുള്ളത് 384 രൂപ ലോസ് വന്നു. അപ്പോൾ രണ്ടാമത്തെ ദിവസവും 354 രൂപ ലോസ് ആയിരുന്നു. മൂന്നാമത്തെ ദിവസം നോക്കിക്കഴിഞ്ഞാൽ 221 രൂപ. നാലാമത്തെ ദിവസം 274 രൂപ, 478. അത് കഴിഞ്ഞിട്ട് വരുന്നത് 959 രൂപ എനിക്കൊരു ദിവസം പ്രോഫിറ്റ് വന്നു. അത് കഴിഞ്ഞ് വന്നത് 56 രൂപ മാത്രമാണ്. അതായത് ഇതെല്ലാം ബ്രോക്കർ ഫീസ് പോയിട്ടുള്ള എമൗണ്ടാണ് ഞാനിവിടെ കാണിക്കുന്നത്. എല്ലാം പോയിട്ട് വരുന്നതാണ്. അടുത്ത 21-ാം തീയതി 1104 രൂപ ലോസ് ആയിരുന്നു. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചെറിയ എമൗണ്ടിനായിരിക്കും പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഒരു ദിവസം ലോസ് വരുമ്പോൾ അന്ന് നമ്മൾ ഉണ്ടാക്കിയ എല്ലാ ലോസും അടിച്ചുകൊണ്ട് പോകും. അപ്പോൾ നിങ്ങൾ അങ്ങനെ വരാതിരിക്കാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞ് 22-ാം തീയതി നോക്കാം. 465 രൂപ പ്രോഫിറ്റ് വന്നു. അത് കഴിഞ്ഞ് 452 രൂപ വന്നു. 26-ാം തീയതി 1088 രൂപ വന്നു. അടുത്ത് 27-ാം തീയതി 679, 28-ാം തീയതി 1383, 1156 രൂപ. അവസാനം കഴിഞ്ഞ മാസം 30-ാം തീയതി 506 രൂപ. ഇത്രയുമാണ് എനിക്ക് ഒരു മാസത്തെ ഓരോ ദിവസം വന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഈ സെപ്റ്റംബർ മാസം ടോട്ടൽ എനിക്ക് എത്രയായിരുന്നു പ്രോഫിറ്റ് എന്ന് നോക്കാം. അപ്പോൾ എൻ്റെ കഴിഞ്ഞ മാസം ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 4881 രൂപ 12 പൈസയാണ്. അപ്പോൾ വളരെ അതായത് 10,000 രൂപ ഉപയോഗിച്ചിട്ട് 4881 രൂപയാണ് കിട്ടിയത്. അതായത് 48% പ്രോഫിറ്റാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് ഞാൻ 1 ലക്ഷം രൂപ ഇട്ടിരുന്നെങ്കിൽ 48,000 രൂപ എനിക്ക് പ്രോഫിറ്റ് കിട്ടുമായിരുന്നു. പക്ഷെ നമ്മൾ
ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ചെറിയ ലോട്ടുകൾ, അതായത് വളരെ ചെറിയ എമൗണ്ട് വേണം നമ്മൾ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ല നമ്മൾ ആദ്യമേ കയറി നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് സംഭവിക്കും, നിങ്ങൾ ആദ്യമേ കയറി ഒരു 10 ലക്ഷം രൂപയ്ക്ക് അല്ലെങ്കിൽ ഒരു 2-3 ലക്ഷം രൂപയ്ക്ക് ഒരുമിച്ച് ട്രേഡ് എടുക്കും, ഒരു 10 ലോട്ടൊക്കെ ഒരുമിച്ച് എടുക്കും. അപ്പോൾ എന്ത് ചെയ്യും, ലോസ് വരുമ്പോൾ അത്രയും ലോസ് വരും. അപ്പോൾ നിങ്ങൾക്ക് പിറ്റേ ദിവസം നിങ്ങൾക്കത് മെയിൻ്റനൻസ് ചെയ്യാൻ കഴിയില്ല. അതായത് നിങ്ങൾക്ക് പിറ്റേ ദിവസം ട്രേഡ് എടുക്കാൻ നിങ്ങളുടെ കയ്യിൽ എമൗണ്ട് ഉണ്ടാവില്ല. നിങ്ങളുടെ കയ്യിൽ 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും 1 ലക്ഷം രൂപയ്ക്ക് ട്രേഡ് എടുക്കരുത്. നിങ്ങൾ 10,000 രൂപയ്ക്ക്, അതായത് 10% നിങ്ങളുടെ ക്യാപിറ്റലിൻ്റെ നിങ്ങൾക്ക് എത്ര രൂപയാണോ ട്രേഡ് എടുക്കാനുള്ളത് ഇൻട്രാഡേ അല്ലെങ്കിൽ ഓപ്ഷൻ ട്രേഡിങ്ങിന് വേണ്ടി ഉള്ളത്, ആ എമൗണ്ടിൻ്റെ വെറും 10% മാത്രം നിങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എനിക്കിപ്പോൾ ലോസ് ആയിരുന്നു വന്നതെങ്കിൽ എന്ത് ചെയ്യാം, ആ 10,000 രൂപ പോട്ടെ എന്ന് വിചാരിക്കുക. ഇപ്പോൾ 1 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷനകത്ത് വെറും 10,000 രൂപ ഇടുക. അല്ലാതെ നിങ്ങൾ എല്ലാ 1 ലക്ഷം രൂപയും നിങ്ങൾ ഇട്ടാൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് 10,000 രൂപ ലോസ് വരുമ്പോൾ വീണ്ടും അടുത്ത 10,000 രൂപ എടുത്ത് ട്രേഡ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, വീണ്ടും അത് ലോസ് ആവും. അപ്പോൾ നിങ്ങൾ അത് റിക്കവർ ചെയ്യാൻ വേണ്ടി വീണ്ടും ശ്രമിക്കും, അപ്പോൾ അതും പോവും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ആദ്യത്തെ ദിവസം നിങ്ങൾക്ക് ലോസ് വന്നാൽ അന്ന് പിറ്റേ ദിവസം നിങ്ങൾ ആ 10,000 രൂപ പോയി എങ്കിൽ ആ 10,000 രൂപ പോട്ടെ എന്ന് വിചാരിക്കുക. എന്നിട്ട് പിറ്റേ ദിവസം ട്രേഡ് എടുക്കുക, അല്ല വീണ്ടും നിങ്ങൾ ട്രേഡ് എടുക്കാൻ നിൽക്കരുത്. അതൊന്നാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു ദിവസം ട്രേഡ് എടുത്തു, അത് പ്രോഫിറ്റ് ആയി കഴിഞ്ഞാൽ ആ പ്രോഫിറ്റ് നിങ്ങൾ അന്ന് തന്നെ ബാങ്കിലേക്ക്, അന്നല്ല പിറ്റേ ദിവസം രാവിലെ തന്നെ അത് വിഡ്രോവൽ ചെയ്യുക, നിങ്ങളെ ബാങ്കിലേക്ക് മാറ്റുക. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ വീണ്ടും നിങ്ങൾ എത്ര രൂപ, നിങ്ങൾ 1 ലക്ഷം രൂപയ്ക്കാണ് ട്രേഡ് ചെയ്യുന്നതെന്ന് കരുതുക. നിങ്ങൾക്ക് ഒരു ദിവസം പ്രോഫിറ്റ് കിട്ടി, ഒരു 5,000 രൂപ പ്രോഫിറ്റ് കിട്ടി. നിങ്ങൾ പിറ്റേ ദിവസം രാവിലെ തന്നെ ആ പ്രോഫിറ്റ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പിൻവലിക്കുക. അപ്പോൾ എന്ത് ചെയ്യും, നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ വീണ്ടും 1 ലക്ഷം രൂപ മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ സാധാരണ പലരും ചെയ്യുന്ന ഒരു അബദ്ധമാണത്. നിങ്ങൾക്ക് 1 ലക്ഷം രൂപ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ എടുത്തു, നിങ്ങൾക്ക് ഒരു 10,000 രൂപ പ്രോഫിറ്റ് കിട്ടി. നിങ്ങൾ പിറ്റേ ദിവസം 1,10,000 രൂപയ്ക്കായിരിക്കും നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യും, അപ്പോൾ നിങ്ങൾ അത്രയും നിങ്ങൾക്ക് ഒരു ഇത് ഉണ്ടാവില്ല. അതായത് 10,000 രൂപ നഷ്ടപ്പെട്ടാലും പ്രശ്നമില്ല എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലായിരിക്കും നിങ്ങൾ ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ആ 10,000 രൂപ നഷ്ടപ്പെടുകയും ചെയ്യും. വീണ്ടും നിങ്ങളുടെ 1 ലക്ഷം രൂപ നിങ്ങളുടെ എമൗണ്ടിലൊന്നും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ എത്ര രൂപയാണോ നിങ്ങൾ ട്രേഡ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ട്രേഡിൽ മാത്രം എടുക്കുക. അങ്ങനെ ഒരു 3 മാസം, ഏറ്റവും കുറഞ്ഞത് 3 മാസം നിങ്ങൾ സ്ഥിരമായി, ഇപ്പോൾ 10,000 രൂപ അല്ലെങ്കിൽ 20,000 രൂപയാണ് നിങ്ങൾക്ക് ട്രേഡ് നിങ്ങൾക്ക് 2 ലക്ഷം രൂപ ക്യാപിറ്റലുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ദിവസവും ഒരു 20,000 രൂപയ്ക്ക് ട്രേഡ് എടുക്കാം, 2 ലോട്ട് വീതം എടുക്കാമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നു. അപ്പോൾ 2-3 ട്രേഡ് ദിവസം ഇൻട്രാഡേ ചെയ്യാം അല്ലെങ്കിൽ ഓപ്ഷൻ ട്രേഡ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അതിനെടുക്കുക. അതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ അതിനെ നിങ്ങൾ ഉടൻ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റുക. അതിനുശേഷം നിങ്ങൾക്ക് ലോസ് വരികയാണെങ്കിൽ നിങ്ങൾ ആ ലോസ് മാത്രം റിക്കവർ ചെയ്യാൻ ശ്രമിക്കുക. അതായത് നിങ്ങൾ പിറ്റേ ദിവസം 20,000 രൂപ ഇട്ടു, 15,000 രൂപ ആയി, 5,000 രൂപ ലോസ് വന്നു. അപ്പോൾ ഈ 15,000 രൂപയ്ക്ക് നിങ്ങൾ വീണ്ടും ട്രേഡ് എടുത്ത് വീണ്ടും പടിപ്പടിയായിട്ട് 20,000 രൂപ ആക്കാൻ നോക്കുക. അല്ലാതെ നിങ്ങളുടെ വീണ്ടും എടുത്ത് ചെയ്യരുത്. വീണ്ടും 15,000 രൂപ നിങ്ങൾക്ക് ലോസ് വന്ന ആ പൈസ പോയാൽ മാത്രമേ നിങ്ങൾ അടുത്ത നിങ്ങളുടെ ക്യാപിറ്റലിൽ നിന്നും എടുത്ത് ട്രേഡ് ചെയ്യാവൂ. അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എല്ലാ ദിവസവും വർഷങ്ങളോളം നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനും അതുവഴി പഠിച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കാനും പറ്റും. അല്ലാതെ നിങ്ങൾ ആദ്യമേ നിങ്ങൾക്കുള്ള മുഴുവൻ പൈസയും എടുത്തിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്താൽ 1-2 ദിവസം കൊണ്ട് നിങ്ങളുടെ പൈസ, ഓപ്ഷൻ ട്രേഡിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ, ഓപ്ഷൻ ബൈയിങ് ഒക്കെ ആണെങ്കിൽ ഒറ്റ ദിവസം മതി നിങ്ങളുടെ പൈസയൊക്കെ വാഷ് ഔട്ട് ആയി പോയാൽ എല്ലാം അങ്ങ് പോവും, പിന്നെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കരുത്. നിങ്ങൾ എന്തായിരുന്നാലും നിങ്ങൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇത് ചെയ്യുന്നത്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി എനിക്ക് ട്രേഡിൻ്റെ ചാർജസ്, ബ്രോക്കറേജ് ഫീസ് എത്രയാണെന്ന് നോക്കാം. ബ്രോക്കറേജ് ഫീസ്, അതായത് ഞാൻ ഈ കാണിച്ചത് പ്രോഫിറ്റ് ആണ്, അതിലൊന്നല്ല, ഇത് ബ്രോക്കർ ഫീസ് എക്സ്ട്രാ വേറെയാണ് കാണിക്കുന്നത്. അതായത് ടോട്ടൽ എൻ്റെ ഇൻകം ഇതും കൂടെ ചേർത്തിട്ടാണ് വരുന്നത്. അതായത് എനിക്ക് വന്നിട്ടുള്ളത് 1,219 രൂപ അല്ല, 7 ദിവസമാണ്, 30 ദിവസം, കഴിഞ്ഞ 30 ദിവസത്തെ നോക്കാം. 2,909 രൂപ, ഏകദേശം 3,000 രൂപയാണ് എനിക്ക് ബ്രോക്കറേജ് ഫീസ് വന്നത്. അപ്പോൾ എനിക്ക് ടോട്ടൽ എത്ര വന്നു, 4,800-ഉം ഈ 2,900 കൂടെ നോക്കുമ്പോൾ ഏകദേശം 7,000 രൂപ, 7,000 രൂപ എനിക്ക് ഞാൻ പ്രോഫിറ്റ് ഉണ്ടാക്കിയെങ്കിലും എനിക്കതിൽ എത്ര രൂപ പോയി, ബ്രോക്കർ ഫീസായിട്ട് 3,000 രൂപയോളം എനിക്ക് ബ്രോക്കർ ഫീസായിട്ട് നഷ്ടപ്പെട്ടു. അപ്പോൾ 4,000 രൂപ എനിക്ക് എൻ്റെ കൈ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും 3,000 രൂപ ഞാൻ ബ്രോക്കറേജ് ഫീസ് കൊടുത്തു, 4,000 രൂപയാണ് എനിക്ക് കിട്ടിയത്, നിങ്ങൾക്ക് ആ ബ്രോക്കർ ഫീസ് കൊടുക്കാതിരുന്നെങ്കിൽ അത്രയും കൂടെ കിട്ടൂലായിരുന്നു എന്നുള്ളൊരു സംശയം വരും. പക്ഷെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ തുടക്കത്തിൽ നമ്മൾ ബ്രോക്കർ ഫീസ് ഒന്നും നോക്കരുത്, നമ്മൾ പ്രോഫിറ്റിലെത്താൻ നോക്കുക എല്ലാ ദിവസവും. അപ്പോൾ ഞാനിവിടെ കാണിച്ചതാണ് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് കാണിച്ചതാണ്. അപ്പോൾ
നമ്മൾ പ്രോഫിറ്റിൽ വരുമ്പോൾ നമ്മൾ എപ്പോഴും സ്ഥിരത ഉണ്ടാവുക. അപ്പോൾ 1-2 ദിവസം നിങ്ങൾക്ക് ലോസ് വന്നാൽ പോലും ബാക്കിയുള്ള ദിവസം കംപ്ലീറ്റ് നിങ്ങൾ പ്രോഫിറ്റിൽ ഉണ്ടാക്കാൻ പറ്റും. അതിപ്പോൾ ₹1 ബ്രോക്കർ ഫീസ് പോയിട്ട് ₹1 പ്രോഫിറ്റ് ഉണ്ടായിരുന്നാലും മതിയാവും. അപ്പോൾ ഒരു സിമ്പിളായിട്ട് ഞാൻ പറയാം, നിങ്ങൾക്ക് ഒരു ലോട്ടാണ് നിങ്ങൾ എടുക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളൊരു 10 ലോട്ടാണ് എടുക്കുന്നതെങ്കിൽ ₹2000 മാത്രം ഒരു ദിവസം ഉണ്ടാക്കാൻ നോക്കുക. ഒരു ലോട്ട് വീതമാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ, അതായത് ഓപ്ഷൻ ട്രേഡിങ്ങിൽ, ഓപ്ഷൻ ബൈയിങ്ങിൽ ഒരു ട്രേഡാണ് എടുക്കുന്നത്, വെറും ₹200 നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ നോക്കുക ബ്രോക്കറേജ് പോയിട്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് ചിലപ്പോൾ ₹1000 ₹2000, അപ്പോൾ നിങ്ങളൊരു ₹1,00,000 എടുക്കുന്നതെങ്കിൽ ₹10,000 മുകളിലൊക്കെ ചിലപ്പോൾ പ്രോഫിറ്റ് ഉണ്ടാവും. അത് നിങ്ങൾ നോക്കണ്ട, അത് കിട്ടിക്കോട്ടെ, അത് അങ്ങനെയുള്ള ദിവസം കിട്ടിക്കോട്ടെ, അത് നിങ്ങൾ നോക്കണ്ട. അപ്പം മെൻ്റലായിട്ട് നമ്മൾ മാനസികമായിട്ട് അതിനുവേണ്ടി നിങ്ങൾ പ്രിപ്പയർ ആവുക. അതായത് നിങ്ങൾ എല്ലാ ദിവസവും ₹200 പ്രോഫിറ്റ് ഉണ്ടാക്കുക. ₹10,000 ഇടുകയാണെങ്കിൽ, ₹1,00,000 ആണെങ്കിൽ ₹10,000, ₹2,000 പ്രോഫിറ്റ് ഉണ്ടാക്കുക. അല്ലെങ്കിൽ ₹20,000 ആണെങ്കിൽ ദിവസവും ₹400 പ്രോഫിറ്റിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ ഇതൊരു ചെറിയ എമൗണ്ട് അല്ലേ എന്നൊക്കെ നിങ്ങൾക്ക് സംശയം തോന്നും. പക്ഷേ നമ്മൾ സ്ഥിരത ഉണ്ടാക്കിയെടുക്കുക. അതായത് നമ്മളൊരു ഡിസിപ്ലിൻ ട്രേഡറായി വന്നു കഴിഞ്ഞാൽ, നമ്മൾ ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ നമുക്ക് സ്കെയിലപ്പ് ചെയ്യാം. നമ്മുടെ എമൗണ്ട്, നമ്മുടെ ക്യാപിറ്റൽ കൂട്ടി കൊണ്ടുവന്നിട്ട് നമുക്ക് ദിവസവും ലക്ഷങ്ങൾ ഉണ്ടാക്കാം. യൂട്യൂബിൽ, മലയാളത്തിൽ തന്നെ യൂട്യൂബിൽ എത്രയോ വീഡിയോസ് കാണിക്കുന്നുണ്ട് ആൾക്കാർ ദിവസവും 2, 3, 5 ലക്ഷം രൂപയൊക്കെ ഡെയിലി ഉണ്ടാക്കുന്നവർ. അപ്പോൾ നമുക്ക് അതിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ചെറിയ ലോട്ട് സ്ഥിരതയാർന്ന പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് പലർക്കും ലോസ് ഉണ്ടാകുന്നുണ്ടെന്നൊക്കെ എനിക്ക് പേഴ്സണലായിട്ട് കമൻറ്റ് വന്നവരെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനൊരു മോട്ടിവേഷൻ ആവട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ വരുന്നത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സ്ഥിരതയോടെ നിങ്ങൾ ട്രേഡ് ചെയ്യുക, ഡിസിപ്ലിനായിട്ട് ട്രേഡ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ കാണിച്ചത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ എളുപ്പമെന്ന് പറയുന്നത് നമ്മുടെ ഏഞ്ചൽ സ്പാർക്ക് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ വീണ്ടും ഉണ്ട്. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ് വൈസ് ആയിട്ടും നമുക്ക് നമ്മുടെ ട്രേഡ് ചാർജസ് എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതുപോലെ ആൾ റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഏഞ്ചൽ സ്പാർക്ക് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ ഏഞ്ചൽ ബ്രോക്കിങ്ങിൻ്റെ ഏഞ്ചൽ ആപ്ലിക്കേഷൻ എന്തെങ്കിലും ഡൗട്ട്, അതായത് ട്രേഡിംഗ് സമയത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാലും ഈ ഏഞ്ചൽ സ്പാർക്ക് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിൽ ഇൻസ്റ്റാ ട്രേഡ് എന്ന് പറഞ്ഞ ഫീച്ചർ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാൻ ഏഞ്ചൽ ആപ്ലിക്കേഷനിൽ ഈ ഇൻസ്റ്റാ ട്രേഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ, F&O ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനിൽ ബൈയിങ് ചെയ്യാൻ വേണ്ടി ഇൻസ്റ്റാ ട്രേഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ മാത്രം ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഏഞ്ചൽ ബ്രോക്കിംഗ് ഇതുവരെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടില്ലാത്തവർക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക്. അപ്പോൾ ഇതുപോലെ ചെയ്ത് നിങ്ങൾ ഒരു സക്സസ് ആയി വരിക. സക്സസ് ആയി വന്നതിന് ശേഷം, സ്ഥിരതയാർന്ന് നിങ്ങൾ പ്രോഫിറ്റിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾ സ്കെയിലപ്പ് ചെയ്ത് എമൗണ്ട് കൂട്ടി വലിയ രീതിയിൽ ട്രേഡ് ചെയ്യുക. അപ്പോൾ ആദ്യമേ വലിയൊരു ലാഭം ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് ഇതിലേക്ക് വരരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടമുണ്ടാകും. അതുകൊണ്ടാണ് ഞാനിവിടെ പറഞ്ഞതും, ഞാനിവിടെ എൻ്റെ പ്രോഫിറ്റ് കാണിച്ചതും. വളരെ ചെറിയൊരു എമൗണ്ടാണ്, പക്ഷേ എമൗണ്ട് ചെറുതാണെങ്കിലും ക്യാപിറ്റൽ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ശതമാന കണക്ക് നോക്കിക്കഴിഞ്ഞാൽ 40% എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു പ്രോഫിറ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ കാണിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ചെയ്യുക, നഷ്ടം വരാതെ നോക്കുക. നഷ്ടം വരാതെ നോക്കിയതിന് ശേഷം നല്ലൊരു സക്സസ്ഫുൾ ട്രേഡറായി മാറുക. അതിനുശേഷം നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കുക. എല്ലാവരും പ്രോഫിറ്റ് ഉണ്ടാക്കുക, എല്ലാവരും വളരുക. നല്ല രീതിയിൽ നിങ്ങൾ ക്യാപിറ്റൽ സൂക്ഷിക്കുക. ക്യാപിറ്റൽ പോകാതെ സൂക്ഷിച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.